നെക്സ്റ്റ് എന്താണ് SLCയിലെ ഫിസിക്സ് ആണ് കേട്ടോ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റിസോണൻസ്. എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റിസോണൻസ് നോക്കാം. ഹാവ് യു എവർ ഫെൽറ്റ് ദ വൈബ്രേഷൻ ഓഫ് ദി ടേബിൾ വെൻ എ മിക്സി കെപ്റ്റ് ഓൺ എ ടേബിൾ വർക്ക്സ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ മിക്സി ടേബിൾമ വെച്ചിട്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ, മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന മിക്സി പ്രവർത്തിക്കുമ്പോൾ മേശയും എന്താണ് വൈബ്രേഷൻ ചെയ്യുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടാവും അല്ലെ. എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് ലിസൺ ടു ഇറ്റ്. വാട്ട് ഈസ് ദ ചേഞ്ച് in the sound heard when the stem of the excited tuning fork is pressed on the table? What could be the reason for the sound being louder? എന്താണ് ഒരു ട്യൂണിംഗ് ഫോർക്ക് എന്താണ് എക്സൈറ്റ് ചെയ്യുക, എന്താണ് ഉത്തേജിപ്പിച്ചിട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. എന്താണ് അപ്പോൾ what is the change in the sound heard when the stem of the excited tuning fork is pressed on the table? അപ്പൊ ഈ ഉത്തേജിപ്പിച്ച ഈ ട്യൂണിംഗ് ഫോർക്ക് ഇല്ലേ, ഉത്തേജിപ്പിച്ച ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഈ തണ്ട് മേശപ്പുറത്ത് വെച്ചപ്പോൾ കേൾക്കുന്ന ശബ്ദത്തിൽ എന്ത് മാറ്റം ഉണ്ടായി എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ ഈ ട്യൂണിംഗ് ഫോർക്ക് എന്താണ് ഉത്തേജിപ്പിച്ചത് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഉത്തേജിപ്പിച്ച ഈ ട്യൂണിംഗ് ഫോർക്ക് എന്താക്കുക, അതിന്റെ ആ തണ്ട് ആ കുട്ടി ടേബിളിൽ വെച്ചില്ലേ, കണ്ടില്ലേ, ഈ ടേബിളിൽ വെച്ച ആ തണ്ട് അതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് എന്താക്കുക, അതിന്റെ മേശപ്പുറത്ത് വെച്ചപ്പോൾ കേൾക്കുന്ന ശബ്ദത്തിൽ എന്ത് മാറ്റം ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പൊ ശബ്ദം ഉച്ചത്തിലായതിന് കാരണം എന്തായിരിക്കും? വൈബ്രേഷനുള്ള സംഭവം അല്ലെ. ഈ സന്ദർഭത്തിൽ ട്യൂണിംഗ് ഫോർക്കിനൊപ്പം എന്താണ് മേശയും എന്താണ് വൈബ്രേഷൻ ചെയ്യുന്നത് കൊണ്ടല്ലേ ശബ്ദം ഉച്ചത്തിലായത് അല്ലെ. ഈ ടേബിൾ എന്താണ് വൈബ്രേഷൻ ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ആ ട്യൂണിങ് ഉച്ചത്തിലായത് അല്ലെ, അതിന്റെ ശബ്ദം ഉച്ചത്തിലായത്. നോക്കൂ, in this case the sound became louder because the table also vibrated along with the tuning fork. ഈ സന്ദർഭത്തിൽ ട്യൂണിംഗ് ഫോർക്കിനൊപ്പം എന്താണ് മേശയും വൈബ്രേഷൻ ചെയ്യുന്നത് കൊണ്ടല്ലേ ശബ്ദം ഉച്ചത്തിലായത് ആണല്ലേ. മേശയും കൂടി വൈബ്രേഷൻ ചെയ്യപ്പോഴാണ് എന്ത് അതിന്റെ ശബ്ദം ഉച്ചത്തിലായത് അല്ലെ. അപ്പൊ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഇസ് എ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജെക്ട്. അപ്പൊ വൈബ്രേഷൻ ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു വൈബ്രേഷൻ ചെയ്യുന്നതാണ് എന്ത് ഈ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാല് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഇസ് ദ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജെക്ട്. അതായത് ഫോഴ്സ് എന്താണ് വൈബ്രേഷൻ ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണം മൂലം മറ്റൊരു വസ്തു വൈബ്രേഷൻ ചെയ്യുന്നതാണ് എന്ത് ഈ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താണ്? അതായത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വൈബ്രേഷൻ ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണ മൂലം എന്താണ് മറ്റൊരു വസ്തു വൈബ്രേഷൻ ചെയ്യുന്നതാണ് എന്ത് ഈ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒബ്സർവ് ഫിഗർ 15A. നോക്കൂ 15A കണ്ടില്ലേ. Try the activities given below using the device in which two sets of 3 identical hacksaw blade each of length about 13 cm and 17 cm are fixed between two wooden blocks. കണ്ടോ, രണ്ട് വുഡൻ ബ്ലോക്സിന്റെ ഇടയിൽ എന്താണ് 17 സെന്റിമീറ്ററുള്ള 13 സെന്റിമീറ്ററുള്ള ഹാക്സോ ബ്ലേഡ് എന്താണ് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഏകദേശം 17 സെന്റിമീറ്റർ നീളമുള്ള ഒരേപോലെയുള്ള 3 ഹാക്സോ ബ്ലേഡ് കഷ്ണങ്ങളും ഏകദേശം 13 സെന്റിമീറ്റർ നീളമുള്ള ഒരേപോലെയുള്ള 3 ഹാക്സോ ബ്ലേഡുകളും കഷ്ണങ്ങളും എന്താണ് 2 തടിക്കട്ടകൾക്കിടയിൽ ഉറപ്പിച്ചിരിക്കുന്ന സംവിധാനം ഉപയോഗിച്ച് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ. 3 ആക്സോ ബ്ലേഡ് ഉണ്ട്, 13 സെന്റിമീറ്ററിലും 17 സെന്റിമീറ്ററിലും അല്ലെ. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് എന്താണ് താഴെ പറയുന്ന ആ ഇത് പ്രവർത്തനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് എക്സൈറ്റ് ദ ഹാക്സോ ബ്ലേഡ് എ ബൈ ടാപ്പിംഗ് വിത്ത് യുവർ ഫിംഗർ. വാട്ട് ഡു യു ഒബ്സർവ്? എ എന്ന ഹാക്സോ ബ്ലേഡ്, ഇതാണ് എ അല്ലെ. എ എന്ന ആക്സോ ബ്ലേഡ് വിരൽ കൊണ്ട് തട്ടി എന്താണ് എക്സൈറ്റ് ചെയ്യുക, എന്താണ് ഉത്തേജിപ്പിക്കുക. എന്താ നിങ്ങൾക്ക് നിരീക്ഷിക്കുന്നത്? ഓൾ ബ്ലേഡ്സ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഓൺലി എ വൈബ്രേറ്റ് ആണ് ചെയ്യുന്നത്? എ എന്ന ആക്സോ ബ്ലേഡ് വിരൽ കൊണ്ട് തട്ടി ഉത്തേജിപ്പിച്ചിട്ട് എന്താ നിങ്ങൾക്ക് കഴിയുന്നത്? എല്ലാ ബ്ലേഡുകളും എന്താണ് വൈബ്രേഷൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എ മാത്രമാണ് വൈബ്രേഷൻ ചെയ്യുന്നത്? അതുപോലെ എന്താണ് ആർ ഓൾ ദ ബ്ലേഡ്സ് വൈബ്രേറ്റിംഗ് വിത്ത് ദ സെയിം ആംപ്ലിറ്റ്യൂഡ്? എല്ലാ ബ്ലേഡുകളും ഒരേ ആംപ്ലിറ്റ്യൂഡിലാണ് വൈബ്രേഷൻ ചെയ്യുന്നത്. വിച്ച് ഓഫ് ദം വൈബ്രേറ്റ്സ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? അപ്പം എല്ലാ കൂടിയ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേഷൻ ചെയ്തവ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താണ് ആഫ്റ്റർ ഓൾ ദ ബ്ലേഡ്സ് ഹാവ് സ്റ്റോപ്ഡ് വൈബ്രേറ്റിംഗ് എക്സൈറ്റ് ബി ആൻഡ് റെക്കോർഡ് ദ ഒബ്സർവേഷൻ ഇൻ ദ സയൻസ് ഡയറി. എല്ലാ ബ്ലേഡുകളുടെയും വൈബ്രേഷൻ നിർത്തിയ ശേഷം ബിയെ വൈബ്രേഷൻ ചെയ്യിപ്പിച്ച് നിങ്ങൾ എന്താക്കുക നിരീക്ഷണം സയൻസ് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. When blade A vibrates, why would the hacksaw blade C and E vibrate with maximum amplitude? A എന്ന ഹാക്സോ ബ്ലേഡിനെ വൈബ്രേഷൻ ചെയ്തപ്പോൾ
ഈ സിയും ഇയും എന്താണ് ബ്ലേഡുകൾ കൂടിയ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേഷൻ ചെയ്തത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? എന്താണ്? സിൻസ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് സി ആൻഡ് ഇ ആർ ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ, ദേ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ സി ഇ എന്നിവയുടെ ഈ നാച്ചുറൽ ഫ്രീക്വൻസി എയുടെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് തുല്യമായതുകൊണ്ടാണ് അവ കൂടിയ ആംപ്ലിറ്റ്യൂഡിൽ എന്താണ് വൈബ്രേഷൻ ചെയ്തത്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇവിടെ എന്താണ് പറഞ്ഞത്? അപ്പോൾ ഇവിടെ തന്നെ ആൻസർ വരുന്നുണ്ട് അല്ലേ. എക്സൈറ്റ് ദ എക്സോബ്ലേഡ് എ ബൈ ടാപ്പിംഗ് വിത്ത് യുവർ ഫിംഗർ വാട്ട് ഡു യു ഒബ്സർവ് എന്ന് വെച്ചല്ലേ. അപ്പോൾ ഇവിടുത്തെ നോക്കൂ, വെൻ ബ്ലേഡ് എ വൈബ്രേറ്റ് വൈ വുഡ് ദ എക്സോബ്ലേഡ് സി ആൻഡ് ഇ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ സിയും ഇ ഒക്കെ വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താ ഓൾ ബ്ലേഡ് വൈബ്രേറ്റ് അല്ലേ. ആർ ഓൾ ദ ബ്ലേഡ്സ് വൈബ്രേറ്റിംഗ് വിത്ത് സെയിം ആംപ്ലിറ്റ്യൂഡ്? സെയിം ആംപ്ലിറ്റ്യൂഡിലാണോ എല്ലാ ബ്ലേഡും എന്താണ് വർക്ക് ചെയ്തത്, വൈബ്രേറ്റ് ചെയ്തത്? അല്ല അല്ലേ. വിച്ച് ഓഫ് ദ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഏതൊക്കെയാണ്? സിയും ഇയും ആണ് വന്നിരിക്കുന്നത് അല്ലേ. ആഫ്റ്റർ ഓൾ ദ ബ്ലേഡ്സ് ഹാവ് സ്റ്റോപ്ഡ് വൈബ്രേറ്റിംഗ് എക്സൈറ്റ് ബി ആൻഡ് റെക്കോർഡ് ദ ഒബ്സർവേഷൻ ഇൻ ദ സയൻസ് ഡയറി. ഇപ്പൊ എന്റെ ചെയ്തല്ലോ, അതുപോലെ ബിന്റെയും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. When blade A vibrate, why would the exoblade C and E vibrate with maximum amplitude? സിയും ഇയും എന്താണ് ബ്ലേഡുകൾ കൂടിയ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേഷൻ ചെയ്തത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എ എന്ന എക്സോബ്ലേഡിന്റെ എന്താണ് വൈബ്രേഷൻ ചെയ്തപ്പോൾ സിയും ഇയും മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എന്താണ് വൈബ്രേറ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് സി ആൻഡ് ഇ ആർ ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ അല്ലേ. അതാണ് കാരണം വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ എന്താണ് ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിംഗ് ഒബ്ജക്ട് ആൻഡ് ദാറ്റ് ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്ട് ആർ ഈക്വൽ, ദ ഒബ്ജക്ട് ആർ സെഡ് ടു ബി ഇൻ റിസോണൻസ്. ദ ഒബ്ജക്ട്സ് അണ്ടർഗോയിങ് റിസോണൻസ് വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. എന്താണ് natural frequency of the forcing object and that of the forced object are equal, the object are said to be resonance അല്ലേ. അപ്പം റിസോണൻസ് എന്താണ് വൈബ്രേഷന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക, അതായത് നാച്ചുറൽ ഫ്രീക്വൻസിയും അതുപോലെ എന്താണ് പ്രേരണം ചെലുത്തുന്ന വസ്തുവിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആയാൽ അല്ലെ ആ വസ്തുക്കൾ എന്താണ് റിസോണൻസിലാണെന്ന് പറയാം. അപ്പൊ എന്താണ് അപ്പൊ ഈ റിസോണൻസിന് വിധേയമാകുന്ന വസ്തു എന്താണ് പരമാവധി ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേഷൻ ചെയ്യൂ അല്ലെ. അപ്പൊ എന്താണ് ഫോഴ്സിംഗ് ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിന്റെയും നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആയാൽ എന്താണ് ആ ഒബ്ജക്റ്റിനെ എന്താണ് ആ വസ്തുക്കൾ എന്താണ് ഈ റിസോണൻസിലാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ അല്ലെ. അപ്പൊ ഈ റിസോണൻസിന് വിധേയമാകുന്ന വസ്തു എന്താണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എന്താണ് വൈബ്രേഷൻ ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നോക്കൂ ഇവിടെ ഒരു ഇതാണ് അല്ലെ. എന്താണ് ഇമ്മേഴ്സ് ഇൻ വാട്ടർ എ PVC പൈപ്പ് ഓഫ് അബൌട്ട് 15 centimeter ലെങ്ത് ആൻഡ് 4 centimeter 1.5 inch diameter. Excite a tuning fork of frequency 512 Hz and hold it close to the mouth of the pipe. Vary the length of the air column inside the pipe by gradually raising both the tuning fork and the pipe. Don't you hear a louder sound at a particular stage? What could be the reason for this? Record in your science diary. എന്താണ് പറയുന്നത് ഏകദേശം 50 സെന്റിമീറ്റർ ലെങ്ത്തും 4 സെന്റിമീറ്റർ അതായത് 1.5 ഇഞ്ച് അല്ലെ ഡയമീറ്ററുമുള്ള PVC പൈപ്പ് പൂർണ്ണമായും വെള്ളത്തിൽ എന്താണ് താഴ്ത്തി വെക്കുക. ചിത്രം കണ്ടില്ലേ? താഴ്ത്തി വെച്ച ശേഷം 512 ഹെർട്സിന്റെ ട്യൂണിംഗ് ഫോർക്ക് എന്താണ് എക്സൈറ്റ് ചെയ്ത് ഉത്തേജിപ്പിച്ചിട്ട് പൈപ്പിന്റെ മുകൾ ഭാഗത്ത് പിടിക്കുക. പൈപ്പ് ക്രമമായി ഉയർത്തി പൈപ്പിനുള്ളിൽ എന്താണ് വെരി ലെങ്ത് ഓഫ് ദ എയർ കോളം അല്ലെ എയർ കോളം എന്താണ് അതിന്റെ നീളം വ്യത്യാസപ്പെടുത്തുക. ഒരു ഘട്ടം എത്തുമ്പോൾ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുന്നതായി അനുഭവപ്പെടുന്നില്ലേ? ഇതിന്റെ കാരണം എന്തായിരിക്കും? നിങ്ങൾ സയൻസ് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റിസോണൻസ്. അപ്പോൾ റിസോണൻസിന്റെ വൈബ്രേഷനും പിന്നെ റിസോണൻസിന്റെയും ഫോഴ്സ്ഡ് വൈബ്രേഷന്റെയും ആപ്ലിക്കേഷൻ അല്ലെ. സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന എന്താണ് MRI സ്കാനിങ്ങിലും
റേഡിയോ സ്കാനിങ്. അപ്പോൾ എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ റെസോണൻസിന്റെ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ്? ഫോഴ്സ്ഡ് വൈബ്രേഷന്റെയും റെസോണൻസിന്റെയും ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ്, ഏതിലൊക്കെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്, പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? MRI സ്കാനിങ്ങിലുണ്ട് അല്ലെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ റെസോണൻസ്. പിന്നെന്താണ് റേഡിയോ ട്യൂണിങ്ങിലുണ്ട്. ഇൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ഗിത്താർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം എക്സെട്ര അല്ലെ. ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം തുടങ്ങിയ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിലുണ്ട്. Can't you hear even the faintest sound of the heartbeat when you listen to it using stethoscope? A stethoscope used to listen to even a feeble sound in the body utilizes forced vibration and resonance. അപ്പോൾ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ഹൃദയം ഹാർട്ട് ബീറ്റ് ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ ഹാർട്ട് ബീറ്റിന്റെ വളരെ നേരത്തെ ശബ്ദം പോലും കേൾക്കാൻ കഴിയുന്നില്ലേ? അപ്പോൾ ശരീരത്തിലെ ചെറിയ ശബ്ദങ്ങൾ ശ്രവിക്കുന്നതിന് എന്താണ് ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പിൽ എന്താണ് ശബ്ദത്തിന്റെ ഈ ഫോഴ്സ്ഡ് വൈബ്രേഷൻ റിസോണൻസ് എന്താണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നുണ്ട് അല്ലെ. എൻ ഇൻസ്ട്രുമെന്റ് ലൈക്ക് മെഗാഫോൺസ്, ഹോൺസ് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് സച്ച് ആസ് ട്രംപറ്റ് ആൻഡ് നാഗസ്വരം അല്ലെ. എന്താണ് മെഗാഫോൺ, ഹോണ്, സംഗീത ഉപകരണങ്ങളുടെ ട്രംപറ്റ്സ്, പിന്നെന്താണ് നാഗസ്വരം തുടങ്ങിയൊക്കെ എന്താണ് നാദസ്വരത്തിലൊക്കെ എന്താണ് ഈ ഉപകരണങ്ങളിലൊക്കെ എന്താണ് ഈ ഫോഴ്സ്ഡ് വൈബ്രേഷൻ റിസോണൻസ് എന്താണ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ദ ഫ്രീക്വൻസി ഓഫ് സിമ്പിൾ പെൻഡുലം ഈസ് 1 Hz. അപ്പോൾ എന്താണ് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഫ്രീക്വൻസി 1 Hz ആണ്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ പീരീഡ് എത്രയാണ്? നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ, പീരീഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അത് വെച്ച് ചെയ്യാം. ഇതവിടെ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടില്ല, ഫ്രീക്വൻസി ഈക്വൽ ടു 1/പീരീഡ് അല്ലേ, അത് വെച്ച് ചെയ്യാം. പിന്നെ എന്താണ് പീരീഡ് ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ, ഫ്രീക്വൻസി നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം അല്ലേ. ഇക്വേഷനൊക്കെ പഠിക്കുക കേട്ടോ. പിന്നെ എന്താണ് ഫ്രീക്വൻസി ഈക്വൽ ടു 1/പീരീഡ് എന്നുള്ള ഇക്വേഷനും പഠിക്കുക. ആ ഇക്വേഷനൊക്കെ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ വെൻ എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി ഇത് വായിച്ചു തരാം. ദ ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇസ് 1 Hz. വാട്ട് ഈസ് ഇറ്റ്സ് പീരീഡ്? എന്താണ് സിമ്പിൾ പെൻഡുലത്തിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ് 1 Hz ആണ് അല്ലെ. അങ്ങനെയാണ് അതിന്റെ പീരീഡ് എന്താണ്? ഇഫ് എ പെൻഡുലം ടേക്സ് 0.5 സെക്കൻഡ് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കാൻ എന്താണ് 0.5 സെക്കൻഡ് പിടിക്കുന്നുണ്ട് പെൻഡുലത്തെങ്കിൽ എന്താണ് അതിന്റെ ഫ്രീക്വൻസി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി എന്താ ഇവിടെ പറയുന്നത്? ഒരു ഓസിലേഷൻ ഒരു പെൻഡുലം ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കാൻ 0.5 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 512 Hz is excited and its stem is pressed on a table. Does the table vibrate in this situation? What is this phenomenon known as? അപ്പോൾ 512 Hz ഫ്രീക്വൻസി ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്ത് ഉത്തേജിപ്പിച്ചിട്ട് അതിൻ്റെ തണ്ട് മേശമേൽ അമർത്തി വെക്കുന്നു. ഈ അവസരത്തിൽ മേശ എന്താണ് വൈബ്രേഷൻ ചെയ്യുമോ? ഈ പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇസ് 1 Hz. വാട്ട് ഈസ് ഇറ്റ്സ് പീരീഡ് അല്ലേ. അപ്പൊ എന്താണ് നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലെ 1 Hz അല്ലെ. പീരീഡ് ആണ് കാണേണ്ടത്. ടി ഇസ് ഈക്വൽ ടു നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം, ടി ഇസ് ഈക്വൽ ടു 1/ഫ്രീക്വൻസി ആണെന്നുള്ളത് അല്ലെ. അപ്പൊ ഇസ് ഈക്വൽ ടു 1/ഫ്രീക്വൻസി 1 Hz അല്ലേ. അപ്പൊ 1/1 ഇസ് ഈക്വൽ ടു 1 അല്ലെ, 1 സെക്കൻഡ് അല്ലെ ടൈം. അപ്പൊ എന്താ പീരീഡ് എന്താണ്? ടി ഇസ് ഈക്വൽ ടു 1 സെക്കൻഡ് ആണ് അല്ലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എ പെൻഡുലം ടേക്സ് 0.5 സെക്കൻഡ് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഫ്രീക്വൻസി എന്നാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ടി ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 0.5 തന്നിട്ടില്ലേ, 0.5 സെക്കൻഡ് തന്നിട്ടില്ലേ. അപ്പൊ ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടതാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്താണ്? പീരീഡ് ഇസ് ഈക്വൽ ടു 1/ഫ്രീക്വൻസി ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ ഫ്രീക്വൻസിയിൽ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 1/t അല്ലെ, 1/പീരീഡ് ഇസ് ഈക്വൽ ടു 1/ പിന്നെന്താണ് ടി എന്താ അവിടെ തന്നത്? 0.5 ആണ് അല്ലെ. അപ്പൊ 1/0.5 എന്ന് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ഈ 1/0.5 അല്ലെ, അടിയിൽ പോയിന്റ് വന്നോണ്ട് നമ്മൾ എന്താക്കണം? ആ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 1 ആണ് അല്ലെ. അപ്പോൾ നമ്മൾ എന്താണ് 1 ഇട്ടിട്ട് 0, 10നോട് എന്താക്കണം? മുകളിലും താഴത്തും ഇൻറ്റു ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ 1 × 10/0.5 × 10. ഓക്കെ, ഇസ് ഈക്വൽ ടു എന്താണ്? 1 × 10 10 ആണ്. 10/0.5 × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 അല്ലെ. ഇസ് ഈക്വൽ ടു നമുക്ക് 10/5 എന്ന് പറഞ്ഞാൽ എത്ര? 10/5 ഇസ് ഈക്വൽ ടു 2 Hz അല്ലെ. അപ്പൊ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു എന്താണ്? 2 Hz എന്ന് കിട്ടും. ഓക്കെ, the next question എന്താണ്? A tuning fork of frequency 512 Hz is excited and its stem is pressed on a table. Does the table vibrate in this situation? What is this phenomenon known as? എന്താ 512 Hz
ഫ്രീക്വൻസി ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്തിട്ട് എന്താണ് അതിന്റെ തണ്ട് മേശമേൽ അമർത്തി വെക്കുക. ഈ അവസരത്തിൽ മേശ വൈബ്രേഷൻ ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? യെസ്, വൈബ്രേഷൻ ചെയ്യും അല്ലെ. ഈ പ്രതിഭാസം ഈ ഫിനോമിന ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെ? എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെ? ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്? 512 ആണ് എന്ത്? ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി എന്ന് പറയില്ലേ? അപ്പൊ ടേബിളിന്റെ വൈബ്രേഷനും 512 ആണെങ്കിൽ രണ്ട് ഈക്വൽ ആണെങ്കിൽ എന്താ? റെസൊണൻസ് ആണ് നമുക്ക് പറയാം അല്ലെ. ഇതിവിടെ ചോദിച്ചിട്ടില്ല, എന്നാലും എന്താണ് ഞാൻ പറയുകയാണ് ഇത് ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി 512 ആണെങ്കിൽ ടേബിളിന്റെ 512 ആണ്, രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താണ്? അത് റെസൊണൻസ് ആണ് പറയാം. When a tuning fork of frequency 256 Hz vibrates, the air around it and the eardrum of the person hearing that sound vibrate 256 times per second. എന്താണ്? 256 Hz ഫ്രീക്വൻസി ഉള്ള ട്യൂണിംഗ് ഫോർക്ക് ഈ വൈബ്രേഷൻ ചെയ്യുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള വായുവും എന്താണ്? ശബ്ദം കേൾക്കുന്ന വ്യക്തിയുടെ ഈ ഇയർഡ്രമില്ല, കർണപുടം അല്ലെ, ഒരു സെക്കൻഡിൽ എന്താണ്? 256 പ്രാവശ്യം എന്താണ്? വൈബ്രേഷൻ ചെയ്യുമല്ലോ ആണ് അല്ലെ. ഹൗ ഡസ് ദ എയർ നിയർ ഇറ്റ് വൈബ്രേറ്റ് വെൻ ദ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ്സ്? അപ്പൊ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേഷൻ ചെയ്യുമ്പോൾ അടുത്തുള്ള വായുവിന്റെ കമ്പനം വൈബ്രേഷൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് ഇവിടെ നോക്കിയാൽ, വെൻ എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 256 Hz വൈബ്രേറ്റ്സ്, 256 Hz ഫ്രീക്വൻസി ഉള്ള ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേഷൻ ചെയ്യുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള എയറും ശബ്ദം കേൾക്കുന്ന വ്യക്തിയുടെ ഇയർ ഡ്രം എന്താണ്? ഒരു സെക്കൻഡിൽ 256 തവണ എന്താണ്? വൈബ്രേഷൻ ചെയ്യും അല്ലെ. അപ്പൊ വായു എന്താണ്? ആ ശബ്ദം കേൾക്കുന്ന വ്യക്തിയുടെ ഇയർ ഡ്രം എന്താണ്? ഒരു സെക്കൻഡിൽ 256 തവണ എന്താണ്? വൈബ്രേഷൻ ചെയ്യും അല്ലെ. അപ്പം എങ്ങനെയാണത്? ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേഷൻ ചെയ്യുമ്പോൾ അടുത്തുള്ള വായുവിന്റെ കമ്പനം എങ്ങനെയായിരിക്കും അല്ലെ. അപ്പൊ നോക്കാം നമുക്ക് വേവ് മോഷൻ എന്താണുള്ളത്. ഓക്കെ, then wave motion. A child conducted an experiment in connection with the transmission of sound in the school science club. A scene during the experiment is illustrated here. എന്താണ്? ഈ ശബ്ദപ്രശ്നവുമായി ബന്ധപ്പെട്ട് സ്കൂൾ ശാസ്ത്ര ക്ലബിൽ കുട്ടി അവതരിപ്പിച്ച പരീക്ഷണത്തിൽ ഒരു പ്രത്യേക സമയത്ത് കണ്ട ദൃശ്യമാണ് എന്ത്? ചിത്രീകരിച്ചിരിക്കുന്നത്. എന്താ നോക്കിയേ, കണ്ടോ? Place light paper balls inside a long transparent tube closed at one end. Pass a loud sound with uniform frequency through the free end of the tube. The paper balls are seen vibrating back and forth from their equilibrium position without moving the paper balls to the other end. They are found to be close in some region and apart in some other regions alternately. How is it formed? അപ്പോൾ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരഗ്രം അടഞ്ഞ, ഒരു ഭാഗം അടഞ്ഞ നീളമുള്ള ട്രാൻസ്പാരന്റ് ആയ ട്യൂബിൽ എന്താണ്? ട്രാൻസ്പാരന്റ് നമ്മൾ പഠിച്ചാണല്ലേ, നമ്മൾ നേരിട്ട് കാണുന്നത് അല്ലെ. ട്രാൻസ്പാരന്റ് ആയ ട്യൂബിൽ ഭാരം കുറഞ്ഞ പേപ്പർ ബോളുകൾ എന്താണ് ഇട്ട ശേഷം ട്യൂബിന്റെ ഫ്രീ ആയിട്ടുള്ള അറ്റത്തിലൂടെ എന്താണ്? ഉച്ചത്തിലും ഒരേ ഫ്രീക്വൻസിയിലുമുള്ള ശബ്ദം കടന്നു പോകുമ്പോൾ പേപ്പർ ബോളുകൾ അവയുടെ ആ സ്ഥലത്ത് നിന്ന് എന്താണ്? മുന്നോട്ടും പിന്നോട്ടും എന്താണ്? വൈബ്രേഷൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലെ. മാത്രമല്ല എന്താണ്? ബോളുകൾ രണ്ടാമത്തെ അറ്റത്തിലേക്ക് നീങ്ങി പോകാതെ എന്താണ്? ഈ ട്യൂബിനുള്ളിൽ ക്രമമായി ഒന്നിടവിട്ട് അടുത്തും അകന്നും കാണപ്പെടുന്നു. എങ്ങനെയായിരിക്കും ഇത് രൂപപ്പെടുന്നത് എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് ലെറ്റസ് ഡു ആൻ എക്സ്പെരിമെന്റ്. ഒരു എക്സ്പെരിമെന്റ് ചെയ്തു നോക്കാം. സ്ട്രെച്ച് ബോത്ത് എൻഡ് of a slingy placed on a table as shown in figure 1.8a. Compress and release few coils at one end of the slingy. Notice the disturbance formed in the slingy. എന്താണ്? ചിത്രം 1.8a കാണുന്നത് പോലെ മേശപ്പുറത്ത് വെച്ച ഒരു സ്ലിംഗിയുടെ രണ്ട് അഗ്രങ്ങളും വലിച്ചു പിടിക്കുക. സ്പ്രിങ്ങിന്റെ അല്ലെ. ഒരറ്റത്തിൽ ഏതാനും ചുരുളുകൾ അമർത്തി വിട്ടു നോക്കിയേ. സ്ട്രിംഗിൽ രൂപപ്പെടുന്ന ആ ഡിസ്റ്റർബൻസ് ഒന്ന് നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഡിസ്റ്റർബൻസ് ഫോംഡ് ഇൻ ദ സ്ലിംഗി? മൂവ് വൺ എൻഡ് ഓഫ് ദ സ്ലിംഗി ബാക്ക് ആൻഡ് ഫോർത്ത് ആസ് ഷോൺ ഇൻ ഫിഗർ 1.8b. വാട്ട് ഡു യു ഒബ്സർവ്? 1.8bയിൽ ചെയ്ത മാതിരി എന്താണ് കാണുന്നത് പോലെ സ്ലിംഗിയുടെ ഒരു അഗ്രത്തെ മുന്നോട്ടും പിറകോട്ടും ചലിപ്പിച്ച് നോക്കൂ. എന്താ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എന്താണ്? സ്ലിംഗി
Don't use move one end of the stringy back and forth as shown in figure 1.8b. What do you observe? Don't you see the disturbance formed in the slingy moving from one end to the other? എന്താണ് ഈ സ്ലിങ്കിയോട് ഉണ്ടാകുന്ന ഈ ഡിസ്റ്റർബൻസ് ഒരറ്റത്ത് നിന്ന് രണ്ടാമത്തെ അറ്റത്തിലേക്ക് നീങ്ങി പോകുന്നത് കാണുന്നില്ലേ? അപ്പൊ ആർ ദ കോയിൽസ് ഇൻ ദ സ്ലിങ്കി മൂവിങ് ടുവാർഡ്സ് ദ അതർ എൻഡ് അലോങ് വിത്ത് ദ ഡിസ്റ്റർബൻസ്? ഒരറ്റത്ത് നിന്ന് രൂപപ്പെടുന്ന ഈ ഡിസ്റ്റർബൻസുകളോടൊപ്പം എന്താണ് ശൃംഖിയിലെ വലയങ്ങൾ രണ്ടാമത്തെ അറ്റത്തേക്ക് നീങ്ങി പോകുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് സീൻ ദ ഡിസ്റ്റർബൻസ് ഫോംഡ് ഇൻ വൺ പാർട്ട് ഓഫ് ദ ശൃംഖി സ്പ്രെഡ്സ് to the other part without any displacement of the coil. ശൃംഖിയുടെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം വലയങ്ങളുടെ പരിണത സ്ഥാനാന്തരം ഇല്ലാതെ മറുഭാഗത്തേക്ക് വ്യാപിച്ചത് കണ്ടല്ലോ നിങ്ങൾ. Here the energy received in one part of the medium spread to the other part by transferring it to the adjacent part and so on. അവിടെ ഇതിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ആ എനർജി തൊട്ടടുത്തിരിക്കുന്നതിലേക്കും അവിടെ നിന്ന് തുടർന്നും കൈമാറിക്കൊണ്ട് മറ്റു ഭാഗങ്ങളിലേക്കും എന്താണ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അല്ലെ, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. വേവ് മോഷൻ ഈസ് വൺ ഓഫ് ദ മോഡ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് ദ മീഡിയം ടു അതർ പാർട്സ്. അപ്പം ഈ വേവ് മോഷൻ മീഡിയം എന്ന് പറയുന്നത് മീഡിയത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന എനർജി മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് എന്ത് ഈ വേവ് മോഷൻ എന്ന് പറയുന്നത്. ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് ദ അതർ പാർട്ട് ത്രൂ ഓസിലേഷൻസ് ഈസ് കോൾഡ് വേവ് മോഷൻ. അപ്പൊ എന്താണ് ഒരു ഭാഗത്ത് ലഭിക്കുന്ന എനർജി മറ്റു ഭാഗങ്ങളിലോട് എന്താണ് ഓസിലേഷൻസിലൂടെ തുടർച്ചയായി പ്രസരിക്കുന്നതാണ് എന്ത് വേവ് മോഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം വേവ് മോഷൻ ഈസ് വൺ ഓഫ് ദ മോഡ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് ദ മീഡിയം ടു അതേഴ്സ്. പിന്നെ പോയിന്റ് നോട്ട് ചെയ്യാം കേട്ടോ. ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് ദ അതർ പാർട്ട് ത്രൂ ഓസിലേഷൻസ് ഈസ് കോൾഡ് വേവ് മോഷൻ. ഇനി നോക്കൂ, സം എക്സാമ്പിൾസ് ഓഫ് വേവ്സ് ആർ ഗിവൺ ബിലോ. എന്താണ് ഈ വേവ്സിന് ഉദാഹരണങ്ങൾ നൽകിയിരിക്കുന്നത്? എന്താണ് റേഡിയോ വേവ്സ്, പിന്നെന്താണ് സീസ്മിക് വേവ്സ്, പിന്നെ ലൈറ്റ് വേവ്, സൗണ്ട് വേവ്, റിപ്പിൾസ് ഓൺ ദ സർഫേസ് ഓഫ് വാട്ടർ, ജലാശയത്തിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ. ഡു ഓൾ ദീസ് വേവ്സ് റിക്വയർ എ മീഡിയം ടു ട്രാവൽ? ഈ തരംഗങ്ങൾക്കെല്ലാം സഞ്ചരിക്കാൻ ഒരു മീഡിയം ആവശ്യമുണ്ടോ? ഈ പട്ടിക ടേബിൾ 1.2 നിങ്ങൾ എന്താക്കുക കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നോക്കൂ, വേവ്സ് ദാറ്റ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. അപ്പം ഈ ട്രാൻസ്മിഷന് എന്താണ് മീഡിയം ആവശ്യമുള്ളവ ആണ് ഇത് അല്ലെ. സീസ്മിക് വേവ്സ് എന്താണ് മീഡിയം ആവശ്യമുണ്ട് അല്ലെ. അതുപോലെ എന്താണ് വേവ്സ് ദാറ്റ് ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ, എന്താണ് ഇതിന് ഈ മീഡിയം ആവശ്യമില്ലാത്തതാണ് അല്ലെ. ട്രാൻസ്മിഷന് ആവശ്യമില്ലാത്ത ഏതാ റേഡിയോ വേവ്സ് അല്ലെ. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്താക്കുക, അതിൽ മീഡിയം ഫോർ ട്രാൻസ്മിഷനും നോട്ട് റിക്വയർ മീഡിയം ഫോർ ട്രാൻസ്മിഷനും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് മീഡിയം ആവശ്യമുള്ള ഏതൊക്കെയാണ്? സൗണ്ട് വേവ് അല്ലേ, പിന്നെന്താണ് സീസ്മിക് വേവ്, പിന്നെന്താണ് വാട്ടർ വേവ്. ഇതൊക്കെ എന്താണ് ഈ മീഡിയം ഫോർ ട്രാൻസ്മിഷന് എന്താണ് ആവശ്യമാണ് അല്ലേ, മീഡിയം ആവശ്യമാണ്. ഇനി എന്താണ് ഡു നോട്ട് റിക്വയർ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ റേഡിയോ വേവ്, പിന്നെന്താണ് ലൈറ്റ് വേവ്, പിന്നെന്താ വരുന്നത് റിപ്പിൾസ് ഓൺ ദ സർഫേസ് ഓഫ് വാട്ടർ, മൈക്രോവേവ്, അങ്ങനെ എന്താണ് കുറച്ചുണ്ട് അല്ലേ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, ഗാമ റേസ്, അൾട്രാ വയലറ്റ് റേസ് ഒക്കെ എന്താണ് ഡു നോട്ട് റിക്വയർ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. ഓക്കെ, ദെൻ